ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബീഫ് പൊട്ടാറ്റോ മസാലക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. 10 മിനിറ്റാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ എടുത്ത സമയം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മസാലക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കൂടെ നമുക്ക് ഒരു 5 സവാള കട്ട് ചെയ്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് വീണ്ടും നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 സ്പൂൺ നമുക്ക് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ മസാലകളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്രേവി എന്തോരം വേണം അത്ര കണ്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ വിനീഗറും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അണ്ടർകട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. കൂടെ നമ്മൾ ഒരു 4 ഉരുളൻകിഴങ്ങും 2 തക്കാളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പൊട്ടാറ്റോ വേവണം അത്ര ടൈം തന്നെ മതി നമുക്ക് ഈ ബീഫ് വേവാനായിട്ട്. പെട്ടെന്ന് തന്നെ റെഡിയാവുന്ന ഒരു ഭാഗമാണ് ഈ അണ്ടർകട്ട്. അപ്പോൾ സ്റ്റേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഇപ്പോൾ കറി നമ്മുടെ റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളിയും വേപ്പിലയും കൂടി താളിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ നമ്മൾ താളിച്ചിട്ടേക്കണ ആ ഉള്ളിയുടെ ആ ഒരു സ്മെല്ലൊക്കെ കറിയിലേക്ക് ആവുന്നത് വേണ്ടി ഒരു 2-3 മിനിറ്റും കൂടി നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫും പൊട്ടാറ്റോയും കൂടിയുള്ള മസാലക്കറി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബീഫിൻ്റെ അണ്ടർകട്ട് വാങ്ങിച്ച് കറി വയ്ക്കുമ്പോൾ കുക്കറിൽ ഇട്ട് വേവിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ നോർമൽ കുക്കിംഗ് മാത്രം മതി. 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബീഫ് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.